നമസ്കാരം. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത സിനിമയാണ് ഭരതനാട്യം. തിയേറ്ററിൽ അത്രയധികം വിജയിക്കാതെ പോയ ഒരു സിനിമ. പക്ഷേ നല്ല അഭിപ്രായം വന്നു തുടങ്ങുമ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു സിനിമയാണ്. പിന്നീട് അത് OTT വന്നപ്പം വലിയ അഭിപ്രായം നേടി. ഞാനത് തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, OTT നിന്നാണ് കണ്ടത്. നല്ല രസികൻ സിനിമയാണ്. ഒന്നിലധികം തവണ നമുക്ക് കാണാൻ കഴിയുന്ന രസികൻ സിനിമയാണ്. ആ സിനിമയുടെ ഭരതനാട്യം എന്ന് പറയുന്ന ആ സിനിമയുടെ രണ്ടാം ഭാഗം മോഹിനിയാട്ടം തിയേറ്ററിൽ എത്തി. മോഹിനിയാട്ടത്തിന് എന്തായാലും ഞാൻ തിയേറ്ററിൽ ആദ്യ ദിവസം തന്നെ പോയപ്പം ഉണ്ടായിരുന്ന അനുഭവം ഭരതനാട്യത്തിൻ്റെ ഒരവസ്ഥ തിയേറ്ററിൽ ഉണ്ടായിട്ടില്ല. ഭരതനാട്യം ഉണ്ടാക്കിയിരുന്ന ആ ഒരു ബലം മോഹിനിയാട്ടത്തിന് ആദ്യ ദിവസം തന്നെ തിയേറ്ററിലൊക്കെ മുഴുവൻ ആൾ എത്തുന്ന രീതിയിലേക്ക്, ഒരു ഇനീഷ്യൽ പുൾ കിട്ടുന്ന രീതിയിലേക്ക് മാറി. സൈജു കുറുപ്പിൻ്റെ 150ാം സിനിമയാണ്. ഞാൻ ആ സിനിമ കണ്ടതിൻ്റെ അനുഭവം ചെറുതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. സിനിമയുടെ പ്രധാന വിശദാംശങ്ങളിലേക്ക് സമഗ്രമായ ഒരു വിലയിരുത്തലിലേക്കൊന്നുമല്ല കടക്കുന്നത്. വെറുതെ ഒരു തോന്നൽ ഏതായാലും കണ്ടു, അപ്പോൾ നിങ്ങളോടുകൂടി പറയാം, ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഭരതനാട്യം എന്ന സിനിമ നമ്മളിൽ അവശേഷിപ്പിച്ച ഒരു രസകരമായൊരു ഓർമ്മയുണ്ട്. അതിൽ നിന്നും മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പം അതിൻ്റെയും എത്രയോ ഇരട്ടി സിനിമ അനുഭവം നൽകാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. പല രീതിയിലുള്ള വിലയിരുത്തലുകൾ, നിർവചനങ്ങളൊക്കെ വരുന്നുണ്ട്, ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ വലിയ ആഘാതം ഉണ്ടാക്കിക്കൊണ്ട് ചിരിപ്പിക്കാൻ, വൃത്തിയായി ചിരിപ്പിക്കാൻ ആ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. നേരത്തെ പല രീതിയിൽ ഡാർക്ക് ഹ്യൂമർ എന്ന പ്രയോഗമാണല്ലോ എല്ലാവരും നടത്തുന്നത്. അതിൻ്റെ ഒരു സമീപകാലത്ത് മലയാളത്തിൽ വന്ന സൂക്ഷ്മദർശിനി പോലെയുള്ള ചില സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ശരിക്കും ചിരിപ്പിക്കാൻ, പൊട്ടിച്ചിരിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നു. ആ ഡാർക്ക് ഹ്യൂമർ എന്ന് നമ്മൾ കേട്ട് തഴമ്പിച്ച ആ ഒരു പ്രയോഗത്തിൻ്റെ അനുഭവമല്ല ഈ സിനിമയിൽ, ഇതുവരെയുള്ള അനുഭവമല്ല ഒരുപക്ഷെ ഈ സിനിമയിൽ നമുക്ക് ലഭിക്കുക. ഈ മോഹിനിയാട്ടത്തിൽ ഇത് നമുക്ക് അസൽ പൊട്ടിച്ചിരി സമ്മാനിക്കുന്ന ഒരു സിനിമയായി അവസാനം വരെ വൃത്തിയിൽ കൊണ്ടുപോകുന്ന, ഒപ്പം തന്നെ ആകാംക്ഷ, ത്രില്ലർ, സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ നല്ല ആകാംക്ഷയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച ഒരു ആദ്യത്തെ ഒരു കഥ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അത് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും നേരമായി. അതായത് ഒരു പുതിയ കാലത്ത് ഇരുന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന, സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ചിന്തയാണ് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിരുന്നത്. നമ്മൾ ആചാരങ്ങളെക്കുറിച്ച്, ഈ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ ആചാരങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആചാരങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ പിന്നിലെ ചില ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങളിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് അങ്ങനെ വന്നു. പിന്നീട് നമ്മൾ അതിന് പരിഷ്കരിക്കുമ്പം അതിന് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്ന ചില സങ്കുചിത കാഴ്ചപ്പാട് കടുംപിടുത്തക്കാരൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആചാരങ്ങൾ രൂപപ്പെടുന്ന ചില തമാശ ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പഴയ ഒരു കഥ കേട്ടിട്ടുള്ളത് ഈ തെയ്യവുമായി ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വടക്കൻ കേരളത്തിൽ തെയ്യത്തിൻ്റെ ഒരു കഥ പറയാണ്. തെയ്യം കിട്ടിയ ആളൊരു ഘട്ടം കഴിഞ്ഞപ്പം, മനുഷ്യനാണല്ലോ തെയ്യം കിട്ടുന്നത്, അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ മൂപ്പർക്ക് വയറ് ലേശം ശരിയില്ല. അപ്പോൾ മൂപ്പർക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പം മൂപ്പരെ സഹായിയോട് ആലോചിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ മൂപ്പര് വേറെ നേരെ ദൈവമായിട്ടിങ്ങനെ അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് അങ്ങ് ചാടി. എന്നിട്ട് കാര്യമൊക്കെ സാധിച്ചു തിരിച്ചു വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തെയ്യത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ കളിയാട്ടം വന്നു. 3 വർഷം കഴിഞ്ഞ് വീണ്ടും കളിയാട്ടം വന്ന സമയത്ത് ഇതേ തെയ്യം അതേ ആൾ തന്നെ കെട്ടുകയാണ്. അപ്പോൾ അതിങ്ങനെ കെട്ടിയാടി ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഈ സമയമായി. അപ്പോൾ ആ സമയം കുളത്തിൻ്റെ ചുറ്റും വൃത്തിയാക്കി ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ തെയ്യം കുളത്തിലേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ്. അപ്പം ഇയാളോട് സഹായി പറഞ്ഞു, അവിടെ കുളത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ചടങ്ങായി. അപ്പോൾ എന്താണ് ചടങ്ങ്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുളത്തിലേക്ക് ചാടിയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചടങ്ങുണ്ട്, ദൈവം കുളിക്കുന്ന ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആചാരമായി മാറി എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. അത് വസ്തുതയാണോ എന്നറിയില്ല, അങ്ങനെ ഒരു കഥ ഉണ്ട് എന്തായാലും. അപ്പോൾ ആചാരങ്ങൾ രൂപപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു സറ്ററിക്കലായ ഒരു കഥയാണ്. അങ്ങനെയുള്ള കഥകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിശോധിക്കുമ്പോൾ ചില ആചാരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടുന്ന നമുക്ക് മനസ്സിലാവും. അത്തരമൊരു ചിന്ത ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ നമ്മളിലേക്ക് എത്തിക്കും. ഫേക്കായ അമ്പലം, ഫേക്കായ ആചാരങ്ങൾ എന്നൊക്കെ കേൾക്കാറില്ലേ, അങ്ങനെ ഒരു ആചാരത്തിൻ്റെയൊക്കെ കഥയിലേക്ക് നമ്മളെ ഈ സിനിമ ഗൗരവതരത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ സിനിമ കാണാൻ പോയ സമയത്ത് എൻ്റെ അടുത്തിരുന്ന ആൾ ഇത് നമ്മളെ നല്ല പൊട്ടിച്ചിരിപ്പിക്കുന്നൊരു സംഭവമാണ് ആ പശ്ചാത്തലം. അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അത് വന്ന ഭയങ്കര അസ്വസ്ഥനായിരുന്നു മൂപ്പര്. കുറച്ച് കഴിഞ്ഞ മൂപ്പര് അതിനോട് പൊരുത്തപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥനായിട്ട് ഇങ്ങനെ കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇരുന്നെടുത്തുനിന്ന്. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഓർമ്മ, ആ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഭരതനാട്യത്തിൽ ഈ സൈജു കുറുപ്പിൻ്റെ ശശിധരൻ നായർ എന്ന് പറഞ്ഞ കഥാപാത്രം കുടുംബവും ആണല്ലോ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭരതൻ നായർ, ഭരതനാട്യം എന്നുള്ളതാണ് ആ സിനിമയുടെ പേര് തന്നെ, ഭരതനാട്യം എന്നാണ്, ഭരതൻ്റെ നാട്യമാണ്. ഭരതൻ നായർ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഭാര്യ സരസ്വതി അമ്മ.
അപ്പോൾ അതിന് നിങ്ങൾ ആ കഥ സിനിമ കണ്ടിട്ടുള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അവരുടെ കുടുംബം, ആ കുടുംബത്തിലേക്ക് ഈ ഭരതൻ നായരുടെ മരണാനന്തരം കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യ ആണ്. അപ്പോൾ ഇതിൽ 2 ഭാര്യമാരെ തിരിച്ചറിയാണ് ശശിധരൻ നായർ. അപ്പം ഇതിലേതാണ് യഥാർത്ഥ ഭാര്യ, ഏതാണ് യഥാർത്ഥമല്ലാത്ത ഭാര്യ എന്ന് ശശിധരൻ നായരുടെ കണ്ണിലൂടെ പിന്നെ യഥാർത്ഥ ഭാര്യ അദ്ദേഹത്തിൻ്റെ അമ്മയാണല്ലോ, പക്ഷേ യഥാർത്ഥത്തിൽ രേഖാപ്രകാരം ആരാണ് എന്നൊക്കെ വരുമ്പോഴുള്ള തമാശകളൊക്കെയാണ് വരുന്നത്. പക്ഷേ ആ സിനിമ അവിടെ അവസാനിക്കുന്നുണ്ട്, വളരെ വൈകാരികമായ രംഗങ്ങളിലൂടെയൊക്കെയാണ് അവസാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ 2ാം ഭാഗം ആരംഭിക്കുന്നത് ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 2ാമത്തെ ഭാര്യയുടെ വീട്. അപ്പോൾ അവിടെ ഇവർ നല്ല കുടുംബമായി അവിടെ പോയി അവരെ ഒന്ന് സെറ്റിലാക്കിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ശശിധരൻ നായരും കുടുംബം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയതിന് ശേഷം വീടൊക്കെ കെട്ടി നല്ല വീടൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി തിരിച്ചു വരുമ്പോഴാണ് ഈ ഭരതൻ നായരുടെ നാട്യങ്ങളുടെ പുതിയ അധ്യായം തുറക്കുന്നത്. അവിടെ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന അനുഭവങ്ങൾ, അവിടെ ആ നാട്ടിൽ അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന പുകലുകൾ എന്നൊക്കെയുള്ള പല കഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ മറ്റ് വ്യാജ കഥകൾ, അവരിതിനേക്കാളും വലിയ ഫ്രോഡുകളാണ്. അവർ ചെയ്യുന്ന ഫ്രോഡുകളൊക്കെ രസകരമായി കടന്നു വരുന്നൊരു സിനിമയാണ്. അതിൻ്റെ അവസാനം ഉള്ളടക്കം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. മറ്റ് പല സിനിമകളിലും നമ്മൾ കണ്ട ഒരു തീമിനെ എത്ര മനോഹരമായി ഇത് വേറൊരു തലത്തിൽ ആവർത്തിക്കുന്ന ഒരു കഥയാക്കി മോഹിനിയാട്ടത്തെ കൃഷ്ണദാസ് മുരളിയും സംഘവും മാറ്റി എന്നുള്ളതാണ്. സംവിധായകൻ്റെ തിരക്കഥയുടെ ഒക്കെ കരുത്താണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബലം. അതിലേക്ക് അനുയോജ്യമായ കാസ്റ്റിംഗ്, ഗംഭീര അഭിനേതാക്കൾ. കൃഷ്ണദാസ് മുരളി ഒരു ഗംഭീര വാഗ്ദാനമാണ് എന്ന് അദ്ദേഹം 2ാമത്തെ സിനിമ കൂടി നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ തെളിയിക്കുകയാണ്. ഒരു സിനിമ സംഭവിക്കാം, 2ാമത്തെ വർഷം അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല എന്നാണല്ലോ സിദ്ധാന്തം. അങ്ങനെ അദ്ദേഹം ഇത് മികച്ച ഒരു ഗ്രാഫിലേക്ക് ഉയർത്തി ഒരു അസാധാരണ സിനിമയാക്കിയിട്ട്, സമീപകാലത്ത് ഒരു അസാധാരണ സിനിമയാക്കിയിട്ട് അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു സാധാരണ തീമായി മാറ്റിയേക്കാം ഇടയിലുള്ളൊരു സംഗതിയാണ് അത് അദ്ദേഹം രസകരമായി മാറ്റി എന്നുള്ളതാണ്. അഭിനേതാക്കൾ തന്നെയാണ് പ്രധാനം. സൈജു കുറുപ്പാണ് ഈ സിനിമയിലെ നായകൻ. മറ്റേ ഇതിനു മുന്നത്തെ ഭരതനാട്യത്തിലേതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 150ാമത്തെ സിനിമയാണ് മോഹിനിയാട്ടം എന്നാണ് വാർത്തകളിലൊക്കെ കണ്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ അദ്ദേഹം നല്ലൊരു ഘട്ടത്തിലെത്തിയ ഘട്ടത്തിൽ ഇത്തരമൊരു സിനിമ തന്നെ അദ്ദേഹത്തിന് 150ാമത്തെ സിനിമയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഗംഭീര അനുഭവവും യാദൃച്ഛികതയും കൂടിയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം. അതിനോടൊപ്പം ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അമ്മയായി കലാരഞ്ജിനി വരുന്നുണ്ട്. കലാരഞ്ജിനി ഇതിൻ്റെ മുന്നത്തെ സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. നല്ല കഥാപാത്രമായിട്ട് വന്ന വ്യത്യസ്തമായൊരു കഥാപാത്രമായി വരുന്നുണ്ട്. പിന്നെ മറ്റ് നിരവധി അഭിനേതാക്കളുണ്ട്. ഈ സുരാജ് വെഞ്ഞാറമൂടിനെ പോലെയുള്ള ആളുകൾ. സുരാജിൻ്റെയൊക്കെ ക്യാരക്ടർ അദ്ദേഹത്തിന് ചെയ്യാവുന്ന ക്യാരക്ടറാണ് എങ്കിൽ പോലും വ്യത്യസ്തമാണ് രൂപവും ഭാവവും സമീപനവും. ഒരുപക്ഷെ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ടോട്ടൽ കഥാപാത്രത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഒരു പ്രധാന വ്യത്യാസമുള്ളത്. അത് സുരാജ് വെഞ്ഞാറമൂടാണ്. ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉള്ളിൽ എന്താണ് അതല്ലാതെ പുറത്ത് വരുന്ന അവതരിക്കുന്ന ഒരാൾ. പിന്നെ ജഗദീഷിന് നമ്മൾ നേരത്തെ മറ്റ് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഭാവങ്ങളാണ്, പക്ഷേ അദ്ദേഹം നന്നായി അത് ചെയ്യുന്നുണ്ട്. വിനയ് ഫോർട്ടിനെ വളരെ വ്യത്യസ്തനായ ഒരു പോലീസുകാരനായിട്ട് വരുന്നുണ്ട്. അഭിറാം, നേരത്തെ നമ്മൾ കണ്ട സുഭാഷ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പത്തെ സിനിമയിൽ, അഭിറാം വേറൊരു സുഭാഷ് കൂടി സിനിമയിലുണ്ട്. ബേബി ജീൻ എന്ന റാപ്പർ. നമുക്കൊരു സസ്പെൻസ്, അല്ല എന്താ പറയുക, ഒരു പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് ലഭിക്കുന്നൊരു നല്ലൊരു നടൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം ബേബി ജീൻ ഈ സിനിമയിൽ സുഭാഷായിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്രീജ രവി, മറ്റൊരമ്മയായി ശ്രീജ രവി വരുന്നുണ്ട്. നന്ദു പൊതുവാൾ, ജിനിൽ റെക്സ്, ജീവൻ റെക്സ് എന്ന് പറഞ്ഞ ഇരട്ട കഥാപാത്രങ്ങൾ മറ്റേ സിനിമയിലുള്ളതുപോലെ തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ ഒരു നിരയുണ്ട്. ബാലേന്ദ്രൻ ചുള്ളിക്കാട്, സന്തോഷ്, നിസാർ സെയ്ദ്, വിജയ് ബാബു, അങ്ങനെ വലിയൊരു നിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെ എത്ര വൃത്തിയായിട്ട് കാസ്റ്റിങ്ങിൽ സക്സസ് ആയാൽ തന്നെ പകുതി സക്സസ് ആവുമെന്നാണ് പൊതുവെ സിനിമയെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷേ അതിനൊപ്പം കഥാപാത്രങ്ങൾക്ക് ഐഡൻറ്റിറ്റി കൂടി വേണം. അത് ചെറുതാണെങ്കിലും അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൃഷ്ണദാസ് മുരളിക്കും സംഘത്തിന് കഴിഞ്ഞു. അങ്ങനെ സിനിമ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചിരിപ്പിക്കുന്ന സിനിമകൾക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു അഭാവം, അതിനെന്തെങ്കിലും നമ്മളെ കൊളുത്തി പിടിക്കുന്ന ഒരു പോയിൻറ്റിൻ്റെ കുറവ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് ഒരുപക്ഷെ ഭരതനാട്യത്തിൽ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു അഭാവം നമ്മളെ ആ സിനിമ ആസ്വദിച്ച് വിടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ മോഹിനിയാട്ടത്തിലെത്തുമ്പം അതല്ല. ആ സിനിമ ആസ്വദിച്ച് നമ്മൾ ഇറങ്ങിയാലും നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കും. അത് വല്ലാതെ നമ്മളെ ഉള്ളിലിങ്ങനെ കിടക്കും, മറ്റ് ചില കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കിടക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി ഒരുപാട് തുടർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു
സിനിമ ശൈലിയാണ് കൃഷ്ണദാസ് മുരളി ഈ 2 സിനിമയിലും രണ്ടാമത്തേലും അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. പിന്നെ അനുബന്ധമായ എല്ലാ ടെക്നീഷ്യൻസും അതിനനുസരിച്ച് പ്രതിഭകളെയും ഒക്കെ അണിനിരത്തുമ്പോൾ ആ സിനിമക്ക് കിട്ടിയൊരു സുഖം വ്യത്യസ്തമാണ്. എന്തായാലും മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ സമീപകാലത്തുണ്ടായ ഒരു വ്യത്യസ്ത അനുഭവമാണ് എന്ന് പറയാതെ പറ്റില്ല. അത്രമാത്രം രസകരമായ ഒരു സിനിമ സമ്മാനിച്ച കൃഷ്ണദാസ് മുരളിക്ക് ഇനിയും ഇതുപോലത്തെ സിനിമ ചെയ്യാൻ പറ്റും എന്നുറപ്പാണ്. നമുക്ക് ഇതിൻ്റെ തുടർച്ചകൾക്കായി അല്ലെങ്കിൽ മറ്റ് സിനിമകൾക്കായി ഇതിൻ്റെ കൃഷ്ണദാസ് മുരളിയുടെ തുടർച്ചയ്ക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.